ഇനിയിപ്പോൾ കൂടിപ്പോയാൽ കുറച്ച് ദിവസം കൂടെ ഇവന്മാർക്ക് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. സ്കൂൾ തുറക്കാറങ്ങ് ആയല്ലോ. അപ്പോൾ പിന്നെ അവൻ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് നേരെ അടുക്കളയിൽ വന്നിട്ട് ചേമ്പ് മെഴുക്ക് വരട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക് അരിഞ്ഞിട്ടിട്ട് ചേമ്പെല്ലാം കൂടെ തട്ടി അതിലിട്ടിട്ട് കുറച്ച് പഞ്ഞപ്പൊടി ഇട്ട് അടച്ച് വെച്ച് അങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചു. തേങ്ങ ഇന്ന് ഞാൻ തല്ലി പൊട്ടിച്ചെടുത്ത് കേട്ടോ, കാരണം തിരുമാൻ നിൽക്കാൻ സമയമില്ലായിരുന്നു. അങ്ങനെ അത് തല്ലി പൊട്ടിച്ചെടുത്തപ്പോഴത്തേനും അപ്പുകൂട്ടം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ തോരന് വേണ്ടിയിട്ട്, തോരനല്ല നമ്മുടെ അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം എന്താ അരച്ച് വൃത്തിയായിട്ട് എടുത്തു. ഇത് നമ്മുടെ ഇതാട്ടോ, ഏതാണ് മത്തങ്ങയല്ല കുമ്പളങ്ങയല്ല വാഴയുടെ പിണ്ടിത്തോരൻ. അപ്പോൾ അതിൽ ഉള്ളി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടുക്ക് കുറച്ച് വൗരെടുത്തിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് വരട്ടി അതും വേവിക്കാൻ വേണ്ടി വെച്ചു. ഒന്ന് വെന്ത് വന്നപ്പോൾ തേങ്ങയും കൂടെ തട്ടിപ്പൊത്തി അടച്ച് വെച്ച് വേവിച്ച് കേട്ടോ. പിന്നെ മോരുകറി ഉണ്ടാക്കാൻ തേങ്ങയുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ മുളക് ഇടുന്നത് മൊത്തവും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി, നല്ല തൈരും, പിന്നെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും അതും കുത്തി കളക്കി ഇങ്ങനെ എടുത്താൽ മതി. എന്തൊരു ടേസ്റ്റാണെന്നറിയാം, ഉണ്ടമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും. ഇനി അവിയൽ ഞാനിപ്പോൾ പഴയ പോലെ അല്ല കേട്ടോ വേവിക്കുന്നത്, ഇഡ്ഡലി കുട്ടകത്തി വെച്ച് ആവി കയറ്റി അതൊന്ന് വേവിച്ചിട്ട് അതിലോട്ട് ഞാനിങ്ങനെ ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് ഉള്ള അരപ്പെല്ലാം കൂടെ തട്ടിയിട്ട് ഒന്ന് ഇളക്കി എടുക്കത്തേ ഉള്ളൂ. പിന്നെ മണ്ടയ്ക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അവിയലും തോരനും എല്ലാം റെഡി ആവുന്നത് ഞാൻ അപ്പം എടുത്ത് മാറ്റി സെർവ് ചെയ്തങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. കണ്ട അവിയൽ റെഡി ആയപ്പോഴത്തേന് അത് ഞാൻ ഇങ്ങനെ ചട്ടിയിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒട്ടും ഉടയാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കോളും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചിക്കൻ ഇരുന്നത് ഞാനിങ്ങനെ തണുപ്പ് മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് അതിൽ അരപ്പെല്ലാം കൂടെ തേച്ച് ഞാൻ നടാ വറക്കാൻ വേണ്ടി എടുത്ത് കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷൻ വറുത്ത് ഇപ്പുറത്തോട്ട് അങ്ങ് മാറ്റിയിട്ടു. ഇത്തവണ ഞാനിങ്ങനെ വറക്കാൻ നേരത്ത് കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കറി എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് അരി അടുപ്പത്തിടുന്നത്. അങ്ങനെ ഞാൻ അരി അടുപ്പത്തോട്ട് ഇടുവാണ് കേട്ടോ. ഇതപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നല്ലതാണ് കേട്ടോ. അരി തീരാറാകുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതും സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് കറികളെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് അടച്ച് വറക്കി വെച്ചു കേട്ടോ. ഇതെല്ലാം ഇനി അടച്ച് സേവ് ആക്കി വെച്ചു. എന്നിട്ട് അപ്പക്കുട്ടന് ചോറ് ഞാൻ വിളമ്പി കൊടുത്തു. ഇതവൻ കൊണ്ടുപോകുന്ന പോക്ക് കണ്ടാലും ഇത് ഞാൻ വാരി കൊടുക്കണം, അതിനുള്ള പോക്കാണ്. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ, സീ യു.